ശബരിമല സന്നിധാനത്തെ സ്വർണ്ണക്കൊള്ളയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു. പ്രത്യേക അന്വേഷണ സംഘം സുനിൽകുമാറിനെ പ്രതിയാക്കി കേസെടുത്തതിന് പിന്നാലെയാണ് ഈ സസ്പെൻഷൻ നടപടി. നഷ്ടപ്പെട്ടു പോയ സ്വർണം വേഗം കണ്ടെത്തണമെന്ന് ദേവസ്വം ബോർഡ് യോഗം ആവശ്യപ്പെട്ടു. ഈ സ്വർണം ചെമ്പാക്കി മാറ്റി അയക്കുന്ന സമയത്ത് ഇതിനെപ്പറ്റിയൊക്കെയും സുനിൽകുമാറിന് അറിയാമായിരുന്നു എന്നുള്ളതാണ് കണ്ടെത്തൽ. ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പൊതിഞ്ഞുള്ള പാളി ചെമ്പെന്ന് രേഖപ്പെടുത്തിയ വിവരം അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽകുമാറിന് അറിയാമായിരുന്നുവെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ സുനിലിനെ പ്രതി ചേർത്തതോടെയാണ് സസ്പെൻഷൻ. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തിരുന്നു. സ്വർണ്ണപ്പാളി, കട്ടില എന്നിവയുമായി ബന്ധപ്പെട്ട് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകൾ ഗൗരവമുള്ളതാണെന്ന് ചേർന്ന ബോർഡ് യോഗം വിലയിരുത്തി. വളരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പൂർണ്ണമായും സമ്പൂർണ്ണമായും പരിശുദ്ധമാണെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ എത്രയോ കാലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നൊരവസ്ഥ, ആ അവസ്ഥയിൽ നിന്നും എത്രയോ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അതിനിടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട SIT പരിശോധനകൾ തുടരുകയാണ്. സ്മാർട്ട് ക്രിയേഷൻസിന്റെ അമ്പത്തൂരിലെ ഓഫീസിൽ കേരളത്തിൽ നിന്നുള്ള സംഘം രണ്ടാം ദിവസവും 12 മണിക്കൂർ പരിശോധന നടത്തി. സ്മാർട്ട് ക്രിയേഷൻസ് നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതിനാൽ പരിശോധന നിർണായകമാണ്. സ്വർണത്തിന്റെ തൂക്കത്തിൽ ഉൾപ്പെടെ വ്യത്യാസം കണ്ടെത്തിയതിനാൽ ക്രോസ് വെരിഫിക്കേഷന് വേണ്ടിയാണ് SIT സംഘം ചെന്നൈയിലെത്തിയത്. പ്രധാനപ്പെട്ട പല രേഖകളും പരിശോധിച്ചതായാണ് വിവരം. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.